മഹേട്ടന് പനിയാണോ? ചെറിയ പനി പോലെ ഉണ്ട്. കുറച്ച് സമയം റെസ്റ്റ് എടുക്കുമ്പോൾ മാറിക്കോളൂ. ഗുളിക മരുന്നോ എന്തെങ്കിലും വാങ്ങിക്കണോ? വേണ്ട, എൻ്റെ കയ്യിലുണ്ട്. വേറെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇല്ല, ഒന്നുമില്ല. ഞാൻ കുറച്ച് സമയം കിടക്കട്ടെ. എങ്ങ പൊക്കോളൂ. ഹലോ നകുൽ, നിന്റെ പ്ലാൻ വർക്കൗട്ടായി. മഹേട്ടൻ ഗംഗയോട് അകൽച്ച കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ഏറ്റുമല്ലേ? അത് ഏക്കൊന്ന് എനിക്കറിയായിരുന്നു. സ്വന്തം ഭാര്യ മറ്റൊരുത്തൻ്റെ ഒപ്പം ഹോട്ടലിൽ പോയിരുന്നു എന്നൊക്കെ അറിഞ്ഞാ ആരായാലും അകൽച്ച കാണിക്കും. ഹോട്ടലിലോ? അതെ. എന്താ സംഭവം? എന്താന്നൊന്ന് തെളിച്ചു പറ. നകുൽ, എന്തായാലും നിന്റെ ഈ പ്ലാൻ വർക്കൗട്ടായി. ഇതുകൊണ്ടൊന്നും തീരില്ല ശ്രേയ. നാളെ രാവിലെ അടുത്ത ബോംബും പൊട്ടും. അതെന്താ? അതൊക്കെ നീ കണ്ടോ. ശരി, എന്തായാലും കുഴപ്പമില്ല. മഹേട്ടനും ഗംഗയും തമ്മിൽ അകലണം. ഗംഗ ഇവിടുന്ന് പോണം. എനിക്ക് ഇത് രണ്ടും നടന്നു കിട്ടിയാൽ മതി. അത് നടന്നിരിക്കും. ഗംഗ മഹേട്ടനിൽ നിന്ന് അകലുന്ന ഗ്യാപ്പില് ഞാൻ എങ്ങനെയെങ്കിലും മഹേട്ടന് മനസ്സിൽ കയറിക്കോളാം. അതൊക്കെ നിന്റെ മിടുക്കാണ് ശ്രേയ. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം ചെയ്തു തരുന്നുണ്ട്. നിന്റെ ലക്ഷ്യം നേടിയെടുക്കേണ്ടത് നിന്റെ മാത്രം ഉത്തരവാദിത്വം. അതൊക്കെ ഞാൻ ചെയ്യും. മഹേട്ടനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മഹേട്ടാ, കാപ്പി ചുക്ക് കാപ്പിയാ. ഇത് കുടിച്ചാ മഹേട്ടന്റെ പനി ക്ഷീണം ഒക്കെ മാറും. നീ എന്താ ശ്രേയ ഈ വിഷയത്തില്? ശ്രേയോ? ഞാൻ ഗൗരിയാ മഹേട്ടാ. മഹേട്ടന് ഗൗരി. നിനക്ക് എന്താ പറ്റിയത്? ആരോട് ചോദിച്ചിട്ടാ ഈ സാരി കൊടുത്തത്? ഇതെന്റെ സാരിയല്ലേ? മഹേട്ടൻ എനിക്ക് വാങ്ങി തന്ന സാരി.
ശ്രേയ വേണ്ട. ഇതൊക്കെ ചെയ്യാൻ എനിക്കറിയാം. വിട. എന്തറിയാന്ന്? എന്നിട്ട് തല പോലും മര്യാദക്ക് തുടച്ചിട്ടില്ലല്ലോ. ഇങ്ങോട്ട് കാണിക്ക, ഞാൻ തുടച്ചുതരാം. നിനക്കെന്താ വട്ടാണോ ശ്രേയ? എന്തിനാ മഹിയേട്ട എന്നോട് ഈ അകൽച്ച? ഞാൻ മഹിയേട്ടന്റെ ഗൗരിയല്ലേ, മഹിയേട്ടന്റെ സ്വന്തം. മഹിയേട്ടനും നമ്മുടെ കുഞ്ഞും മാത്രം എന്റെ മനസ്സില്. ശ്രേയ നിർത്ത. മതി നിന്റെ നാടകം. എന്റെ ഗൗരിയുടെ പേര് പറയാൻ പോലും നീ യോഗ്യല്ല. എന്തിനാ മഹിയേട്ട എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഞാൻ മഹിയേട്ടന്റെ ഗൗരിയാ. വെറുതെ കുറുമ്പ് കാട്ടാതെ മഹിയേട്ടനെ കാപ്പി എടുത്ത് കുടിച്ചേ. ഇനിയും നീ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞാ എനിക്ക് നല്ല ദേഷ്യം വരും. മഹിയേട്ടന് എന്താ പറ്റിയത്? മഹിയേട്ടന്റെ ഗൗരിയോടാണോ ഈ ദേഷ്യപ്പെടുന്നത്? എന്താ ഇതൊക്കെ? മഹിയേട്ടാ, എന്താ എനിക്ക് പറ്റേ? ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞേ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ. നിനക്കെന്താ പറ്റിയേ? എന്തിനാ ഈ വേഷം കെട്ടല്? അയ്യോ, ഇതേതേ സാരി? ഇതെങ്ങനെ എന്റെ ശരീരത്തിൽ വന്നേ? എനിക്കറിയില്ല മഹിയേട്ടാ, ഞാൻ അറിയാതെ എന്തൊക്കെയോ ചെയ്തു പോവാ. ബാധ കയറിയത് പോലെയൊക്കെ തോന്നുവാ. നീ ആരോട് ചോദിച്ചാണ് ഈ സാരി എടുത്തത്? ഗൗരിയുടെ സ്ഥാപനങ്ങളൊന്നും ആരും എടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്കറിയാവുന്നല്ലേ? അയ്യോ മഹിയേട്ടാ, ഞാനൊന്നും അറിഞ്ഞോണ്ട് എടുത്തതല്ല. ഇതൊക്കെ അറിയാതെ സംഭവിച്ചു പോകുന്നയാ. നീ തൽക്കാലം പുറത്തു പോ. മഹിയേട്ടന് എന്നോട് ദേഷ്യമാണോ? ശ്രേയ, നിന്നോട് ഞാൻ മര്യാദക്കാ പറഞ്ഞത്. പെട്ടെന്ന് ഇവിടുന്ന് പുറത്തു പോ. മഹിയേട്ടാ, ഞാൻ നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? മഹിയേട്ടാ, അയ്യോ, ആ! മഹിയേട്ടാ, അങ്ങനെ എളുപ്പമൊന്നും എന്നെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ സാധിക്കില്ല. അതിന് എത്ര ശ്രമിച്ചാലും ഞാൻ വീണ്ടും മഹിയേട്ടനോട് അടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മഹിയേട്ടൻ എന്നോട് അടുക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം എനിക്ക് അകന്നു മാറി നിൽക്കേണ്ടി വന്നു. ഇപ്പൊ ഞാൻ എടുക്കാൻ ശ്രമിക്കുമ്പോ മഹിയേട്ടൻ എന്താ അകലുന്നത്? രാവിലെ ഞാൻ അടുത്ത് ചെന്നപ്പോ വലിയ സന്തോഷവും സ്നേഹവും എല്ലാം ആയിരുന്നു. ആ ആളല്ല ഇപ്പൊ മഹിയേട്ടൻ. മഹിയേട്ടന്റെ മനസ്സിൽ എന്തോ ഒരു കരട് വീണിട്ടുണ്ട്. അതെന്താണെന്ന് അറിയണം. ഇതേ സമയത്ത് ശ്രേയചന്ദ്രനെ വേഷം കെട്ടി മഹിയേട്ടനടുത്ത് പോകുന്നത് എന്തോ കുഴപ്പമുണ്ടല്ലോ. എന്താ സങ്കടപ്പെട്ടിരിക്കുന്നേ? മഹിയേട്ടൻ എന്നോടെന്തോ അകൽച്ചയുള്ളതുപോലെ പെരുമാറുന്നു. അതോർക്കുമ്പോ എനിക്ക് സങ്കടം വരാമള്ളൂ. ഇങ്ങ വിഷമിക്കാതെ. അച്ഛൻ എന്തോ ടെൻഷനിൽ വന്നതുകൊണ്ടായിരിക്കും. അല്ലാതെ ഗംഗയോട് അച്ഛന് ദേഷ്യമൊന്നും ഉണ്ടാവില്ല, അത് ഉറപ്പാ. ഗംഗ അച്ഛന് വലിയ ഇഷ്ടാ. അതുകൊണ്ടല്ലേ ഗംഗയെ കല്യാണം കഴിച്ചത്. പിന്നെന്തിനാ ഗംഗ വിഷമിക്കുന്നേ? മഹിയേട്ടൻ എന്നോട് ചെറിയ അകൽച്ച കാണിച്ചപ്പോഴേ എനിക്ക് ഇത്ര സങ്കടം വന്നെങ്കില് ഞാൻ അകന്ന് നടന്നപ്പോ മഹിയേട്ടൻ എന്തുമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? അത് ശരിയാ. ഗംഗ എന്തിനാ അകന്ന് കിടക്കാൻ പോയത്? അത് അപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെയായിപ്പോയി. അപ്പൊ അച്ഛനും അങ്ങനെ എന്തെങ്കിലും സാഹചര്യം വന്നതായിരിക്കും. അത് മാറുമ്പോ ഓക്കെ ആവും. എന്നാലും അതെന്താന്ന് അറിയാത്തതുകൊണ്ട് ഒരു മനസ്സമാധാനമില്ല.
എന്നാൽ നമുക്ക് പോയി അച്ഛനോട് കാര്യം എന്താന്ന് ചോദിച്ചാലോ? ഇപ്പൊ വേണ്ട, ഇപ്പൊ ചോദിച്ചാൽ ശരിയാവില്ല. നമുക്ക് പിന്നെ ചോദിക്കാം. ഓക്കെ, പിന്നെ ചോദിക്കാം. പക്ഷെ അതുവരെ ഗംഗ വിഷമിച്ചിരിക്കാൻ പാടില്ല. ഗംഗ വിഷമിച്ചിരുന്നാലേ എനിക്ക് സങ്കട. അതാ വിഷമിച്ചിരിക്കില്ലെന്ന് പറഞ്ഞത്. ഗംഗ വാ, ഇവിടെ കിടക്ക്. മാള ഉറങ്ങിക്കോ. എന്താ? ഒന്നുമില്ല. അല്ല, മഹിയേട്ടൻ ഞാൻ വരുന്നതിന് മുന്നേ കിടന്നായിരുന്നോ? എന്തിനാ കഥ കടച്ചു കുറ്റിയിട്ട്? നീ പുറത്തേക്ക് പോ ശ്രേയ, എനിക്ക് അവിടെ ഉറങ്ങണം. മഹിയേട്ടനെ ഉറങ്ങിക്കോ. അതിന് ഞാനെന്തിനാ പുറത്തേക്ക് പോകുന്നേ? ഞാൻ മഹിയേട്ടന്റെ ഭാര്യയല്ലേ, ഞാൻ മഹിയേട്ടന്റെ കൂടെയല്ലേ കിടക്കണ്ടേ? നിന്ന് നാടകം കളിക്കാൻ നീ എന്ന് ഇറങ്ങിപ്പോയി ശ്രേയ. ഞാൻ ശ്രേയ അല്ല മഹിയേട്ടാ, ഞാൻ ഗൗരിയാ. മഹിയേട്ടന്റെ ഇഷ്ടങ്ങളെല്ലാം അറിഞ്ഞു ചെയ്യാൻ ഞാൻ ഈ ശരീരത്തിൽ കയറിയതാ. ശ്രേയ, നിന്റെ ഇത്തരം കള്ളത്തരങ്ങളൊന്നും എന്റെ അടുത്ത് വേണ്ട. നീ ഒന്ന് ഇറങ്ങിപ്പോയേ. ഇല്ല, ഞാൻ പോവില്ല. ഞാൻ ഇവിടെ തന്നെ കിടക്കും. ഇത് എന്തൊരു ശല്യോ ഇത്. മഹിയേട്ടന് എന്തിനെങ്ങനെ ടെൻഷനാവുന്നേ? ഞാൻ മറ്റാരും അല്ലല്ലോ, മഹിയേട്ടന്റെ ഭാര്യയല്ലേ, മഹിയേട്ടന്റെ കുഞ്ഞിന്റെ അമ്മയല്ലേ. ആരുമില്ലാതെ മഹിയേട്ടൻ സങ്കടപ്പെടുന്നത് ഞാൻ കാണുന്നതാ. അതാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെ. മഹിയേട്ടൻ വാ, ഇവിടെ ഇരിക്കെ. നീ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, ഞാൻ ഇവിടുന്ന് എവിടേക്കും പോവില്ല. ഞാൻ പോവില്ല മഹിയേട്ടാ. നിന്നോട് ഇവിടുന്ന് ഇറങ്ങാനാ പറഞ്ഞത്. ഞാൻ മര്യാദക്കാ പറയുന്നത് ഇറങ്ങിപ്പോവാൻ. എന്താ മഹിയേട്ട ഇത്? ഇല്ല, ഞാൻ ഇറങ്ങില്ല. നീ ഇറങ്ങുന്നില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവാം. നീ ഇതിനകത്ത് തന്നെ കിടന്നോ. മഹിയേട്ടാ, നിക്ക്. മഹിയേട്ടൻ എവിടെ പോയാലും ഞാനും കൂടെ വരും. മഹിയേട്ടനുള്ള സ്ഥലത്തല്ലേ ഞാനും ഉണ്ടാവണ്ടേ? ഇവളിത് എന്ത് ഭാവിച്ച? ശരി, എങ്കിൽ നീ വാ. നീ തൽക്കാലം നിന്റെ മുറി തന്നെ കിടന്നു. അപ്പോ മഹിയേട്ടനോ? ഞാനേ ഇവിടെ തന്നെ കിടന്നോളാം. പോടി ഓടുന്നു. എന്നെ പറ്റിച്ചതാണല്ലേ, കാണിച്ചു തരാം ഞാൻ.
ഗംഗ സങ്കടത്തിലാണല്ലോ. ഗംഗേ, ഗൗരി ചേച്ചി, ഗംഗ നല്ല സങ്കടത്തിലാണല്ലോ. എന്താ എന്നെ വിളിക്കാതിരുന്ന? മഹേട്ടൻ എന്നോട് എന്തോ ദേഷ്യമുള്ളതുപോലെ തോന്നി. ഒരു അകൽച്ച മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പോലെ. അതിന്റെ കാരണം മഹിയേട്ടനോട് ചോദിച്ചു തന്നെ അറിയുന്നതല്ലേ നല്ലത്. അതിനു മുൻപ് ശ്രേയയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ അവളുടെ ശരീരത്തിൽ കയറിയതുപോലെയാ അവൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ കള്ളത്തരം പൊളിക്കണം. ശ്രേയയുടെ കയ്യിൽ രക്ഷാമോതിരം ഉള്ളതുകൊണ്ട് എനിക്ക് അവളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ എന്ത് ചെയ്യണം ചേച്ചി? ഞാൻ പറഞ്ഞുതരാം. ഗംഗേ, ഇത് പാകമായിട്ടുണ്ടാവും. ആ, ഇഡ്ഡലി നല്ല സോഫ്റ്റ് അല്ലേ ചേച്ചി? മതി, എടുത്തോ. ഇഡ്ഡലി റെഡി. ഇനി എന്ത് കറിയാണ് ഉണ്ടാക്കേണ്ടത്? സാമ്പാറോ ചട്നിയോ? രണ്ടും വേണം. പിന്നെ മഹിയേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട തക്കാളി ചട്നി. ശരി, നമുക്ക് ഉണ്ടാക്കാം. ചേച്ചി പറഞ്ഞു തന്നാ ഞാൻ അതുപോലെ ചെയ്യാം. മഹിയേട്ടന് ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാറും ചട്നിയും ഒക്കെ വലിയ ഇഷ്ടമായിരുന്നു. അറിയാം, മഹേട്ടനും മാളും അത് പലവട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് ഭാഗ്യമുണ്ടല്ലോ ഗംഗെ. എന്റെ മഹിയേട്ടനും മോൾക്കും ഇഷ്ടമുള്ള ഭക്ഷണം നിനക്ക് പറഞ്ഞു തരാനെങ്കിലും എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടല്ലോ. ശരിക്കും ഭാഗ്യം. എനിക്ക് എൻ്റെ ചേച്ചിയെ പോലെ കൂടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരാളെ കിട്ടിയല്ലോ. ആ, സമയം പോകുന്നു. വേഗം സാമ്പാർ ഉണ്ടാക്ക്. മഹിയേട്ടന് ഓഫീസിൽ പോകണ്ടല്ലേ? മണം കിട്ടുമ്പോ തന്നെ അറിയാം ഇതിന്റെ സ്വാദ്. ഇനി നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാം. ഈ തക്കാളി ചട്നി കൂടി ഉണ്ടെങ്കിൽ മഹിയേട്ടന് സന്തോഷാവും. ശരി. തക്കാളി ഇല്ലല്ലോ ചേച്ചി, ഇനി നമ്മൾ എന്ത് ചെയ്യും? സാരമില്ല. ചേച്ചി വിഷമിക്കണ്ട. ചേച്ചി ആഗ്രഹിച്ച എല്ലാ വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കും. ഞാനേ വേഗം പോയിട്ട് തക്കാളി വാങ്ങിച്ചിട്ട് വരാം. അതൊക്കെ നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഒരിക്കലും ഇല്ല. ഞാനേ വേഗം പോയിട്ട് വരാം. ശരി. ചേട്ടാ, 2 കിലോ തക്കാളി. ഇപ്പൊ തരാം.
ചേച്ചി വന്നായിരുന്നോ? എന്താ മോളെ? ഏയ് ഒന്നുമില്ല. ആ കുറച്ച് മല്ലിയില വാങ്ങിച്ചോ. ശരി ചേട്ടാ, കുറച്ച് മല്ലിയില കൂടി. ശരി. സാമ്പാറിൽ മല്ലിയില ഇടുമ്പോ ഒരു പ്രത്യേക മണം ഉണ്ടാവും. അത് മഹിയേട്ടന് വലിയ ഇഷ്ടാ. അയ്യോ ഷേ, അതെനിക്ക് അറിയില്ലായിരുന്നു. ഞാനിതുവരെ അതറിയാതെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ഇനി ഓർത്തോളാം. കുട്ടി ആരോടായി സംസാരിക്കുന്നേ? ആ, അത് ഞാൻ തനിയെ ഓരോന്ന് പറയുന്നതാ. ആ അത് നല്ലതാ. നാട്ടുകാരുടെ മുന്നിൽ നിന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചാലേ നിനക്ക് വട്ടാണെന്ന് മറ്റുള്ളവർ കരുതും ഗംഗേ.